അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചക്കാരെന്ന നിലയിൽ മെത്രാന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയ കടമ ദൈവജനത്തെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നതാണെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ. അർമേനിയൻ പാത്രിയാർക്കൽ സഭാ സിനഡിന്റെ അംഗങ്ങളായി കഴിഞ്ഞ ദിനം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇപ്രകാരം ഓർമ്മിപ്പിച്ചത്. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും കബറിടം സ്ഥിതി ചെയ്യുന്ന റോമിലേക്ക് സന്തോഷപൂർവ്വം സിനഡ് അംഗങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. ഭാവിയിലേക്ക് സഭയെ നയിക്കാൻ വേണ്ടി പുതിയ മെത്രാന്മാരെ തിരഞ്ഞെടുക്കാൻ സിനഡ് സമ്മേളിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ആ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അവർ അജഗണങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരും അജപാലന കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്നവരും ഒരിക്കലും സ്വന്തം താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാത്തവരുമായിരിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. പണത്തിനോട് മാത്രം അമിതമായ ആവേശവും ഉത്സാഹവും കാണിക്കുന്നവരെ തിരഞ്ഞെടുക്കരുതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഒരു മെത്രാനിൽ നിന്നും പിതാവിനടുത്ത പരിചരണവും സഹോദരനടുത്ത സന്തോഷവും ദൈവിക കരുണയുമാണ് ജനം പ്രതീക്ഷിക്കുന്നതെന്നും അതിനാൽ അജഗണത്തോട് ചേർന്ന് നിൽക്കുന്ന മെത്രാന്മാരെയാണ് ആവശ്യമെന്നും പാപ്പ പറഞ്ഞു. ഈ നോമ്പുകാലത്ത് കുരിശിലേക്ക് നോക്കണമെന്നും നമ്മെ വെറുക്കുന്നവരെ പോലും വിശുദ്ധിയിലേക്ക് നയിക്കണമെന്നും നരേക്കിലെ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകൾ പാപ്പ ഓർമ്മിപ്പിച്ചു. ഭൗതികമായ നേട്ടങ്ങൾക്കായി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവിളി സ്വീകരിക്കുന്നവരുടെ പരിശീലനത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും അവർ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തത്തെപ്പറ്റി ബോധ്യം ജനിപ്പിക്കും വിധം പരിശീലനം നടത്തണമെന്നും പാപ്പ വ്യക്തമാക്കി. നല്ല ശമ്പളമുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കുന്നതിനായി ഒരു വോളണ്ടിയർ കാറ്റക്കിസ്റ്റായ ഫിലിപ്പിനോ സ്ത്രീയുടെ നാമകരണ നടപടികൾ ആരംഭിച്ചതായി രൂപതാ വൃത്തങ്ങൾ അറിയിച്ചു. 2011 75-ാം വയസ്സിൽ ക്യാൻസർ ബാധിതയായി നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ലൗറീന ഫ്രാങ്കോയാണ് വിശുദ്ധ പദവിയിലേക്ക് അടുക്കുന്നത്. 1936 ജനിച്ച ഫ്രാങ്കോ ഫിലിപ്പൈൻ എയർഫോഴ്സിൽ ടെലിഫോൺ ഓപ്പറേറ്ററായും അക്കൗണ്ടിംഗ് ക്ലർക്കായും ജോലി ചെയ്തു. തെക്ക് കിഴക്കൻ മനില പ്രാന്തപ്രദേശമായ ടാഗുയിഗിലെ സെന്റ് ആൻ ഇടവകയിൽ വോളണ്ടിയർ കാറ്റക്കിസ്റ്റായി സേവനം ചെയ്യാൻ അവൾ പിന്നീട് ജോലി ഉപേക്ഷിച്ചു. പരിശീലന കോഴ്സിന് ശേഷം മുഴുവൻ സമയ കാറ്റക്കിസ്റ്റായി സേവനം ചെയ്ത ലൗറീന കുട്ടികളെ കാറ്റക്കിസം പഠിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷവതിയായിരുന്നു. മതബോധന രംഗത്തെ അവരുടെ സംഭാവനകൾ മാനിച്ച് 1990 സാധാരണക്കാർക്കും വൈദികർക്കുമുള്ള പരമോന്നത പേപ്പൽ ബഹുമതിയായ പ്രോ എക്ലീസിയ എറ്റ് പൊന്തിഫിസ് ലൗറീനയ്ക്ക് ലഭിച്ചിരുന്നു. ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 2002 മദർ തെരേസ അവാർഡും ലൗറീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപേക്ഷിച്ച് രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രവർത്തിക്കാൻ മതനേതാക്കളോട് ബിഷപ്പിന്റെ അഭ്യർത്ഥന. പുതിയ സമൂഹത്തിന്റെ രൂപീകരണത്തിനായി എല്ലാ മതസ്ഥരും ഒരേ മനസ്സോടെ അണിനിരക്കേണ്ട അവസരമാണിതെന്നും ഉടുപ്പി ബിഷപ്പ് ജെറാഡ് ഐസക് ലോബോ പറഞ്ഞു. സർവധർമ്മ സൗഹാർദ്ദ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ബിഷപ്പ്. തീരദേശ നഗരമായ ഉടുപ്പി കടുത്ത ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ശക്തി കേന്ദ്രമാണ്. BJPയുടെ കീഴിൽ കർണാടക നിയമസഭ 2022 മെയ് മാസത്തിൽ മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയെങ്കിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ നിയമം പിൻവലിച്ചിരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഹിന്ദു അനുകൂല പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് കർണാടക കാത്തലിക് ബിഷപ്പ് കൗൺസിൽ വക്താവ് ഫാദർ ഫൗസ്റ്റിൻ ലൂക്കോസ് ലോബോ പറഞ്ഞു. രാജ്യത്തെ സുപ്രധാന ഗവേഷണ സ്ഥാപനമായ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലൈസൻസ് റദ്ദാക്കി കേന്ദ്ര സർക്കാർ. ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള നിയമം സ്ഥാപനം ലംഘിച്ചുവെന്നല്ലാതെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1951 ഈശോസഭ വൈദികൻ ഫാദർ ജെറോം ഡിസൂസിയാണ് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യം നേടിയതിന് തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ വികസനത്തിന് സഹായിക്കുമെന്ന നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ സെബാസ്റ്റി എൽ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാപനം ഒരിക്കലും സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല, സാമൂഹിക ഗവേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും ഫാദർ രാജ് പറഞ്ഞു. KCBC പ്രോലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ വലിയ കുടുംബങ്ങളിലെ ഭിന്നശേഷിയുള്ള കുട്ടികളുള്ള കുടുംബങ്ങൾക്കായുള്ള ഹോളി ഫാമിലി എൻഡോമെന്റ് പദ്ധതി പൊതുസമ്മേളനത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സിറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പ്രഥമ പുരസ്കാരം സുനി ജനി ദമ്പതികൾക്ക് നൽകി. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ ലോകത്തിന് വലിയ അനുഗ്രഹവുമായിട്ടാണ് കടന്നുവരുന്നതെന്ന് മാർ വാണിയപുരയ്ക്കൽ പറഞ്ഞു. സമൂഹത്തിന്റെ നിലനിൽപ്പും പ്രകൃതിയുടെ സംരക്ഷണവും ദൈവം മനുഷ്യരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഉദരത്തിലെ കുഞ്ഞിന് പിറക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ ഓരോ കുടുംബത്തിനും ചുമതലയുണ്ടെന്നും അതിന് പിന്തുണ നൽകുവാൻ സമൂഹത്തിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗർഭചിത്രത്തിൽ നിന്നും കൗൺസിലിംഗ് വഴി നിരവധി കുടുംബങ്ങളെ രക്ഷിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളിലെ കൂട്ടായ്മ വലിയ സന്തോഷത്തിനും ഐശ്വര്യത്തിനും ഇടയാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.